മോനെ. എന്താ അമ്മേ? മോനെ ജോസൂട്ടി, നേരെ ഒത്തിരിയായി മോനെ. കിടക്കാറായില്ലേ നിനക്ക്? ഉറക്കം വരുന്നില്ലമ്മേ. ഞാൻ കിടന്നോളാം. അമ്മ പോയി കിടന്നോ? നീ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടിട്ട് അമ്മ ഉറങ്ങാനോ? അമ്മയ്ക്ക് അറിയില്ല എൻ്റെ സങ്കടം. അറിയാം മോനെ. പക്ഷേ ഈ പാവം അമ്മ അറിഞ്ഞിട്ട് എന്താ? പഠിക്കാഞ്ഞിട്ടല്ല, ശ്രമിക്കാഞ്ഞിട്ടല്ല. എത്ര പരീക്ഷ എഴുതി, എവിടെല്ലാം ഇന്റർവ്യൂവിന് പോയി, എനിക്ക് മാത്രം ജോലിയില്ല. ഒരിടത്തും ഒരു ശാപം പോലെ. വിഷമിക്കല്ലേ മോനെ, അമ്മയ്ക്കിത് കണ്ടു നിൽക്കാൻ മേല്. ഒരു ശാപം കിട്ടിയ ജന്മ അമ്മ എൻ്റേത്. നന്നാകില്ല, ഒരിക്കലും നന്നാകില്ല. കാണുന്നവർക്കെല്ലാം പരിഹാസമാണ്. ആയുസ് പകുതി കഴിഞ്ഞല്ലോടാ, ഇപ്പോഴും അപ്പൻ്റെ ചെലവിലാ കഴിയുന്നതെന്നാ എല്ലാരും ചോദിക്കുന്നത്. ഞാൻ എന്താ ചെയ്യാ അമ്മേ? മരിക്കണോ? പറ, മരിക്കണോ ഞാൻ? മോനെ, അമ്മയോട് ഇങ്ങനെയൊന്നും പറയല്ലേ മോനെ. എന്തെല്ലാം മനക്കോട്ടകളായിരുന്നു എൻ്റെ അപ്പന്. മോനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം, ഉദ്യോഗസ്ഥനാക്കണം. എന്നിട്ടിപ്പോൾ എന്തായി? ജോലിയില്ല, കൂലിയില്ല. അപ്പന് വയസ്സുകാലത്ത് കഷ്ടപ്പാട് മാത്രം. MA കാരനായി പോയില്ലേ? പ്യൂൺ പണിക്ക് പോകാൻ പറ്റുമോ? ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പറ്റുമോ? മോനെ, അമ്മയ്ക്ക് പഠിപ്പില്ല, വലിയ അറിവൊന്നുമില്ല. എന്നാലും അമ്മ പറയുക, എൻ്റെ മോൻ തോറ്റു പിന്മാറരുത്. കർത്താവിൽ മനസ്സർപ്പിച്ച് ശ്രമിക്കണം, ഫലം കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ നല്ലത് വരും. എൻ്റെ മോന് നല്ലത് വരും. എൻ്റെ മോന് നല്ലത് വരും. എൻ്റെ മോന് നല്ലത് വരും. എന്നും എൻ്റെ അമ്മയുടെ വാക്കുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇരുട്ട് നിറഞ്ഞ വഴികളിൽ അമ്മയുടെ അനുഗ്രഹം എനിക്ക് വെളിച്ചമായി, തളരുമ്പോൾ ശക്തിയായി, മനസ്സുകൊണ്ട് വീഴുമ്പോൾ ശുഭാപ്തി വിശ്വാസമായി. അമ്മയാണ് എന്നെ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത്. വലിയ പഠിപ്പൊന്നുമില്ലാത്ത, അറിവും ലോകപരിചയമില്ലാത്ത എൻ്റെ പാവ അമ്മ.